സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഴയിടത്തിന്റെ അടുക്കള ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ പുട്ടും കടലയോടും കൂടിയാണ് പ്രഭാത ഭക്ഷണം ആരംഭിച്ചത്. പഴയിടത്തിന്റെ സ്പെഷ്യൽ പാലടയാണ് ഇന്നത്തെ സദ്യയിലെ താരം. പഴയിടം മോഹനൻ നമ്പൂതിരി ജനം ടിവിയോടൊപ്പം ചേരുന്നു. കലവറയിലെ വിശേഷങ്ങൾ പറയുമ്പോൾ ആദ്യം പറയുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇന്നെന്താണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്നത്തെ വിശേഷം എന്താണ് കലവറയിൽ നിന്നും പങ്കുവെക്കാനുള്ളത്? ഇന്ന് കലവറയിൽ രാവിലെ പുട്ടും കടലയുമായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. ഏതാണ്ട് 5000-ഓളം കുട്ടികളെ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഇപ്പോൾ 7000-ന് മുകളിൽ 8000-ഓളം കുട്ടികൾ കഴിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് നമ്മൾ പാലട പ്രഥമനും കൂട്ടിയുള്ള 10 കൂട്ടം 11 കൂട്ടം വിഭവങ്ങളോട് കൂടിയ സദ്യയാണ് കൊടുക്കണം. അത് വൈകുന്നേരമൊക്കെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ദിവസം കഴിഞ്ഞു, പിന്നെ കിട്ടുന്നൊക്കെ ബോണസാ നമുക്ക് കൊടുക്കും. അത് ഒരു എന്താ റൂട്ടീൻ ഡിന്നർ എന്നൊക്കെ പറഞ്ഞല്ലോ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഒരു കറി കണ്ടായിരുന്നു, ഒരു റെഡ് കളറിൽ പച്ചടി, ഒരു ചുവന്ന കളറിൽ പൈനാപ്പിൾ പച്ചടി. സാധാരണ നമ്മൾ ഒരു മഞ്ഞ കളറിലൊക്കെയാണ് കാണുന്നത്. എന്താ അതിന്റെ ഗുട്ടൻസ്? അത് ചേട്ടൻ പറയുന്നത് പഞ്ചസാര ചേർത്തോണ്ടെന്ന് പറയുന്നത്. കളറിന്റെ കോമ്പിനേഷനെ കുറിച്ചും പാചകത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചും പബ്ലിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ ഈ നാളത്തേക്ക് അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നാളത്തെ ഞങ്ങൾ തീരുമാനിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ എന്തായാലും സ്പെഷ്യൽ പായസങ്ങൾ ഈ 12 ദിവസം കാണോ? 12 ദിവസം 5 ദിവസം 5 ദിവസങ്ങളിൽ പായസം ഉണ്ടാവും. അത് സ്പെഷ്യൽ ആണോ ഇല്ലയോ എന്നുള്ള കഴിക്കുന്നവർ തീരുമാനിക്കട്ടെ. എങ്ങനെയാണ്? വ്യത്യസ്തമായ പായസമായിരിക്കും. എല്ലാ ദിവസത്തെയും ആഹാരങ്ങളും വ്യത്യസ്തമായിരിക്കും. ഒരു കാര്യം കൂടെ, ഇപ്പൊ ഇവിടെ പോലീസ് സുരക്ഷ ഉണ്ടോ നമുക്ക് കലവറയില്? ഇവിടെ എന്തിനു സുരക്ഷ? ഇവിടെ ജനകീയമാണ് ഈ കലോത്സവം. അതുകൊണ്ട് എല്ലാ ആൾക്കാരും വരുന്നു പോകുന്നു. നമ്മളുടെ ഇവരിലൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ ചെറിയ രീതിക്ക് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇല്ല സാറേ, പാചകക്കാരുടെ കുറച്ച് കലാകാരന്മാരൊക്കെ ഉണ്ട്, അത് അറിഞ്ഞായിരുന്നോ? മുഴുവൻ പാചകം എന്ന് പറയുന്നതിന് ഒരു കലയാണ്. അപ്പൊ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം കലാകാരന്മാർ തന്നെ. കുറച്ച് പാട്ടൊക്കെ പാടുത്തുന്നായിരുന്നു ഇവരൊക്കെ. അതൊക്കെ ചെയ്തു തരും, ഒക്കെ ചെയ്തു തരും. വളരെ സന്തോഷത്തോടെയാണ്. ഓക്കെ, വളരെ തൃപ്തിയോട് കൂടിയായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 4 ദിവസവും സ്പെഷ്യൽ പായസമൊക്കെ കാണും. 4 ദിവസവും കലവറ സജീവമായിരിക്കും. ക്യാമറമാൻ വിവേക് നിയമത്തോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.